ആ രാത്രി ഉറക്കം കൃഷ്ണയെ തേടിയെത്തിയില്ല. അവന്റെ കണ്ണുകളിലെ ആ പക അവളിൽ ഭയം തീർത്തു. പുലർച്ചെ അവൾ പതിവ് പോലെ എഴുന്നേറ്റു. അവൾക്കവിടെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എല്ലാം ഒരുക്കി റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും നേരം വൈകി. ഓ, ഇന്ന് നേരത്തെ പോണമായിരിക്കുമല്ലേ? വലിയ സാറിന്റെ പ്രിയ ജോലിക്കാരിക്ക്. ചെറിയമ്മയുടെ വാക്കുകൾ അവൾ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. അവൾക്കുള്ളിൽ അപ്പോൾ മറ്റൊരു സംശയം മാത്രമായിരുന്നു. അക്ഷയ് എങ്ങനെ തന്റെ അമ്മയെ അറിയും? ഓഫീസിൽ എത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ചെന്ന ഉടനെ തന്നെ അവളെ മാനേജർ വിളിപ്പിച്ചു. ഇനി മുതൽ പുതിയ പ്രൊജക്ട് എനിക്കാണ്. സാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ. കൃഷ്ണ ഒന്നും മിണ്ടാതെ ഫയലുകൾ വാങ്ങി തന്റെ സീറ്റിലേക്ക് നടന്നു. ഫയലുകൾ അക്ഷയ്ക്ക് കൈമാറുമ്പോൾ അവൻ അവളെ ശ്രദ്ധിച്ചു. കൃഷ്ണ സർ, ഈ പ്രൊജക്ട് അത്ര എളുപ്പമല്ല. ക്ലയന്റുകൾ അത്രയും വലുതാണ്. ചെറിയൊരു തെറ്റിന് പോലും നീ വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. ഞാൻ ശ്രമിക്കാം സർ. ശ്രമിച്ചാൽ പോരാ കൃഷ്ണ, വിജയിക്കണം. അവൾ അവന് നേർക്ക് നോക്കി. അവന്റെ കയ്യിൽ നിന്ന് ഫയലുകൾ വാങ്ങി തന്റെ സീറ്റിലേക്ക് നടക്കുമ്പോൾ ചുറ്റും ഉള്ള മുറുമുറുപ്പുകൾ അവൾ കേട്ടിരുന്നു. എന്താണ് മോളെ, ഒരു ചുറ്റിക്കളി? സീറ്റിൽ ചെന്നിരുന്നതും ഗൗരി അവൾക്കടുത്തേക്ക് ചാഞ്ഞു. എന്ത് ചുറ്റിക്കളി? കൃഷ്ണ അവളെ നോക്കി കണ്ണു ചുരുക്കി. അല്ല, പതിവില്ലാതെ അക്ഷയ് വർമ്മക്കൊരു മാറ്റം. നിനക്കയാൾ ഒരു പ്രത്യേക പരിഗണന തരുന്നുണ്ടെന്നാണ് ഇപ്പോ ഇവിടെയുള്ള കരക്കമ്പി. ശരിയാണോടി? ഗൗരി അവളെ കുസൃതിയോടെ നോക്കി. അത് കേട്ടതും കൃഷ്ണ അവളെ നോക്കി കണ്ണു കൂർപ്പിച്ചു. എന്താണ്, അക്ഷയ് വർമ്മക്ക് അങ്ങനെ വല്ല ഫീലിങ്സും ഉണ്ടോ മോളെ? ദേ ഗൗരി, നീ എന്റെയിൽന്ന് വാങ്ങിക്കും, അല്ലെങ്കിലേ മനുഷ്യൻ വട്ടുപിടിച്ച് നിൽക്കുക. അതെന്താ, അങ്ങേര് കൊള്ളാടി. എന്താ ലുക്ക്. ഗൗരി, നിർത്തി, ഇനി പറയില്ല. ഗൗരി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണ ഒരു ചെറുചിരിയോടെ ഫയലിലുള്ളതെല്ലാം ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചിരുന്നു. കുടയെടുക്കാൻ മറന്നതുകൊണ്ട് അവൾ ഒരരികിലേക്ക് ഒതുങ്ങി നിന്നു. വൈറ്റ് ഓടി കാർ വന്ന് മുൻപിൽ നിന്നതും അതിനകത്തിരിക്കുന്ന അക്ഷയ് വർമ്മയെ കണ്ടതും അവൾ മുഖം തിരിച്ചു നിന്നു. അവളെ കണ്ടതും അക്ഷയ് കാറിൽ നിന്നും ഇറങ്ങി. ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടുപോകും, അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. താനെങ്ങനെ ഇങ്ങനെ നനഞ്ഞു പോകും? ഇതെനിക്ക് പതിവാണ് സാർ. ഇടയ്ക്കൊരു മഴ കൊണ്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല, അവൾ ഉറപ്പോടെ പറഞ്ഞു. അവൻ കുറച്ചു നിമിഷം അവളെ നോക്കി. പിന്നെ ഡോർ തുറന്ന് കാറിൽ നിന്നും ഒരു കുടയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വേണ്ട, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അവൻ കുട നിവർത്തി അവളുടെ തലയ്ക്ക് മുകളിൽ പിടിച്ചു. എല്ലാം പതിവാക്കരുത് കൃഷ്ണ. മഴത്തുള്ളികൾ കുടയുടെ അരികിലൂടെ വീണു. അവൻ അവളുടെ തൊട്ടടുത്തായി നിന്നു. അവളിൽ ഒരു വെപ്രാളം പൊതിഞ്ഞു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തും കഴുത്തിലുമായി പറ്റിച്ചേർന്ന് കിടക്കുന്ന മഴത്തുള്ളിയിൽ ഉടക്കി. അവൾ അവനെ മുഖമുയർത്തി നോക്കി. നിങ്ങൾക്ക് എന്റെ അമ്മയെ എങ്ങനെ അറിയാം? അവൾ കാറ്റുപോലും നേർത്തു പോകുന്ന സ്വരത്തിൽ ചോദിച്ചു. അവനൊരു നിമിഷം നിശബ്ദനായി. ഒരു കാലത്ത് അവർ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കൃഷ്ണ. കൃഷ്ണ ഞെട്ടലോടെ അവനെ നോക്കി. എങ്ങനെ? അവളുടെ സ്വരം പതിഞ്ഞു. അത് നീ അറിയേണ്ട സമയമാവുമ്പോൾ അറിയൂ. എനിക്കിപ്പോൾ അറിയണം. അവൾ കുടയിൽ നിന്നും പിന്നിലോട്ട് മാറി. മഴത്തുള്ളികൾ അവളെ നനച്ചു. അവൻ വീണ്ടും അവളെ കുടക്കീഴിലാക്കി. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നിന്റെ അമ്മ ഒരാളെ സ്നേഹിച്ചിരുന്നു കൃഷ്ണ. പക്ഷേ അയാളെ ചതിച്ച് നിന്റെ അമ്മ മറ്റൊരാളുടെ കൂടെ പോയി. കൃഷ്ണയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ ആളെ നിങ്ങൾക്കറിയുമോ? അവൻ അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. അവന്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. അയാൾ എന്റെ അച്ഛനായിരുന്നു കൃഷ്ണ. അവൾ പകപ്പോടെ അവനെ നോക്കി. അപമാനം കൊണ്ട് അവന്റെ മുഖത്ത് നോക്കാതെ അവൾ മുഖം കുനിച്ചു. അവൾ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. നിറഞ്ഞ മെയ്കൾ ഉയർത്തി അവനെ നോക്കി. അതിനാലാണോ നിങ്ങൾ എന്നെ? അവളുടെ ശബ്ദം ഇടറി. ഞാൻ നിന്നെ വെറുക്കുന്നില്ല കൃഷ്ണ, ബട്ട് വിശ്വസിക്കുന്നും ഇല്ല, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. രാത്രി അമ്മയുടെ ഒരു പഴയ പെട്ടി വലിച്ചെടുത്ത് അവൾ തുറന്നു.
അതിൽ നിന്നും അമ്മയുടെ കുഞ്ഞൊരു ഫോട്ടോ കയ്യിലെടുത്തു. അവൾക്കാകെ ഒരു ശൂന്യത തോന്നി. അടുത്ത ദിവസം മുതൽ അവൾ കഴിവതും അക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. അവനെ കാണുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു അപമാനം തോന്നി. കൃഷ്ണ, അക്ഷയ് സാർ വിളിക്കുന്നുണ്ട്. അരുൺ വന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. അവൾ മടിയോടെ അവന്റെ ക്യാബിനിലേക്ക് പോയി. കൃഷ്ണ, ഇരിക്കൂ. തന്റെ മുഖത്ത് നോക്കാതെ തലയും കുനിച്ചു നിൽക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. ഞാനാ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ജോലിയെ ബാധിക്കാൻ പാടില്ല. ഇല്ല സർ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പുതിയ പ്രൊജക്ടിന്റെ ചുമതല ഉള്ളത് കൊണ്ട് തന്നെ വളരെ വൈകിയാണ് പലപ്പോഴും വീട്ടിലെത്താറുള്ളത്. വീട്ടിലെത്തുമ്പോൾ ചെറിയമ്മ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. മഴ വരുന്നത് കണ്ട് അവൾ ധൃതിയിൽ ഫയൽസിലെ ഓരോ വർക്കും തീർത്തുകൊണ്ടിരുന്നു. കൃഷ്ണ, അക്ഷയുടെ ഗൗരവം കലർന്ന സ്വരം കേട്ടതും അവൾ മുഖമുയർത്തി. കൺഗ്രാറ്റ്സ്, ഇന്ന് ക്ലയന്റ് വിളിച്ചിരുന്നു. അവർക്ക് തന്റെ പ്രസന്റേഷൻ ഏറെ ഇഷ്ടപ്പെട്ടു. അത് കേട്ടതും അവളുടെ മെയ്കൾ വിടർന്നു. താങ്ക് യു സർ, അവൾ അവനെ നേർക്ക് നോക്കി. നിങ്ങൾ എന്നെ എൻ്റെ അമ്മയുമായിട്ട് താരതമ്യം ചെയ്തത് സർ. ശ്രമിക്കാം, അവൻ സൗമ്യമായി പറഞ്ഞു തിരിഞ്ഞു നടന്നു. രാത്രി കിടക്കുമ്പോൾ കൃഷ്ണയുടെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. താൻ കരുതിയ അത്രയും മോശപ്പെട്ടൊരു വ്യക്തിയല്ല അക്ഷയ് വർമ്മ. തന്റെ അമ്മ കാരണം മുറിവേറ്റൊരു മനസ്സുണ്ട് അയാൾക്ക്. അമ്മയെക്കുറിച്ചോർത്തതും എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതേസമയം അവനിലും അവളുടെ ചിന്തകളായിരുന്നു. അവളൊരിക്കലും അവളുടെ അമ്മയെപ്പോലെയല്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ അതിയായ വിശ്വാസമുള്ളൊരു പെണ്ണ്, ആത്മാഭിമാനമുള്ളവൾ. അറിയാതെ അവന്റെ മുഖമൊന്നു വിടർന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞതും അക്ഷയുടെ അമ്മ രാധികയും അമ്മാവൻ സുരേഷും ഹാളിൽ തന്നെയിരുന്നു. അവർക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് അത് കണ്ടപ്പോഴേ അവന് മനസ്സിലായിരുന്നു. അക്ഷയ്, ഓഫീസിൽ പരക്കെ നിന്നെപ്പറ്റി ഒരു മോശം സംസാരമുണ്ട്. നീ അവിടെയുള്ള ഏതോ എംപ്ലോയിയായി ഒരു പ്രത്യേക അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. സുരേഷ് അവനെ നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അക്ഷയ് ശാന്തനായി അയാളെ നോക്കി. ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ആ കൃഷ്ണ എന്ന പെൺകുട്ടി. ആ പേര് വീണ്ടും ഇവിടെ കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല, രാധിക വെറുപ്പോടെ പറഞ്ഞു. അക്ഷയ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. പിന്നെ രാധികയോട് ചേർന്നിരുന്നു. അമ്മ, അവളുടെ അമ്മ ചെയ്ത തെറ്റിൽ അവളെങ്ങനെ പങ്കാളിയാവും? മാത്രവുമല്ല, അവളൊരിക്കലും അവരെ പോലെയല്ല. ഷീസ് എ പെർഫെക്റ്റ് വുമൺ. പക്ഷേ അവളുടെ അമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നു അക്ഷയ്. നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാം അമ്മ. ഐ ആം ബിസി. തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം കൃഷ്ണ ഓഫീസിലെത്തുമ്പോൾ കൃഷ്ണയുടെ ക്യാബിനിൽ സുരേഷ് നിൽപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. അയാളെ അവിടെ കണ്ടതും അവൾ വിഷ് ചെയ്തു. അയാളൊന്ന് ഗൗരവത്തിൽ മൂളി. നീയാണോ പുതിയ പ്രൊജക്ട് ലീഡ് ചെയ്യുന്നത്? അതെ സർ. നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 3 വർഷം. അയാൾ അവളെ പരിഹാസത്തോടെ നോക്കി. ഇത്ര പെട്ടെന്ന് പ്രൊജക്ട് ലീഡ് ചെയ്യാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അത് കേട്ടതും അവളുടെ മുഖം കുനിഞ്ഞു. എക്സ്പീരിയൻസ് അല്ല ഒരാളുടെ കഴിവ് തീരുമാനിക്കുന്നത്. പെട്ടെന്ന് പിറകിൽ നിന്നും അക്ഷയുടെ ശബ്ദമുയർന്നതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അക്ഷയ് അവളുടെ പക്ഷം പറഞ്ഞതും ഓഫീസിലെ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി. സുരേഷിന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. കഴിവാണോ അതോ സഹാനുഭൂതിയോ? ഇതൊരു ഓഫീസാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ ഇവിടെ പറയരുത്. അക്ഷയുടെ ശബ്ദം ഉയർന്നു. മുഖം കൂടുതൽ ഗൗരവമായി. കൃഷ്ണയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ആദ്യമായാണ് ജീവിതത്തിൽ ഒരാൾ തനിക്ക് വേണ്ടി വാദിക്കുന്നത്. രാത്രി വീട്ടിലെത്തിയതും അവനെയും കാത്ത് രാധിക പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ കാരണം അറിയുന്നതുകൊണ്ട് തന്നെ അവന്റെ മുഖം ചുവന്നു. അക്ഷയ്, ആർക്കു വേണ്ടിയാണ് നീ ഇന്ന് സുരേഷിനെ അത്രയും ആളുകൾക്കിടയിൽ നാണം കെടുത്തിയത് എന്നറിയുമോ? രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അമ്മ, മുൻപെങ്ങോ നടന്ന കാര്യങ്ങളിൽ അവളെ എന്തിന് ഇൻവോൾവ് ചെയ്യിക്കണം? ബട്ട് അവളുടെ അമ്മയോ അക്ഷയ്? നിന്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു? അമ്മ, ആ കാര്യത്തിൽ അതിന് കാരണം ആ ഒരാൾ മാത്രമല്ല എന്ന് അമ്മക്ക് ഓർമ്മ വേണം. അത് കേട്ടതും രാധിക ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി. ആ വലിയ വീട്ടിലെ സാറും നീയും തമ്മിൽ എന്താണ് ബന്ധം?
ഓഫീസിൽ നിന്നും വന്നകത്തേക്ക് കയറിയപ്പോളെ സുമിത്ര അവളോട് കയർത്തു. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു എന്ന ബന്ധം. അവൾ ശാന്തമായി ഉറപ്പോടെ പറഞ്ഞു. നിന്റെ അമ്മയെപ്പോലെ മറ്റൊരു കഥ വേണ്ട. അയാളുടെ കൂടെ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആർക്കറിയാം. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ജീവിതം ഞാൻ നോക്കും. ഞാനൊരിക്കലും എന്റെ അമ്മയെപ്പോലെ ആവില്ല, നിങ്ങളെപ്പോലെയും. അത് കേട്ടതും സുമിത്ര പകപ്പോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന അച്ഛന് നേർക്ക് നീണ്ടു. അയാളൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. പേടിയോടെ മൂലയിൽ നിൽക്കുന്ന ആദ്യയെയും ആരുവിനെയും നോക്കി മെല്ലെയൊന്ന് പുഞ്ചിരിച്ചവൾ റൂമിലേക്ക് നടന്നു. അക്ഷയ്! ഓഫീസിൽ പോവാൻ ഇറങ്ങിയവനെ സുരേഷ് പിറകിൽ നിന്ന് വിളിച്ചു. കമ്പനിയിൽ നിന്നെയും ആ പെൺകുട്ടിയും ചേർത്ത് ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. അവൻ തിരിഞ്ഞ് അവരെ രണ്ടുപേരെയും നോക്കി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അവിടെ തന്നെ ജോലി ചെയ്യും. അവന്റെ ശബ്ദം കനത്തു. അവൾ അവളുടെ അമ്മയെപ്പോലെ ആവാതിരിക്കാൻ നോക്ക്. നീ നിന്റെ അച്ഛനെപ്പോലെയും. അയാളുടെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞു. ഞാനൊരിക്കലും എന്റെ അച്ഛനെപ്പോലെ ആവില്ല അങ്കിൾ. കാരണം ഞാൻ അക്ഷയ് വർമ്മയാണ്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് ആരെയും ഭയവുമില്ല. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ടവൻ രാധികയെ നോക്കി. അവരുടെ മുഖം കുനിഞ്ഞു. ഓഫീസിൽ കൃഷ്ണ പുതിയ പ്രൊജക്റ്റിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കൂടെ സീനിയർ സ്റ്റാഫ് അനിതയുമുണ്ട്. ഉച്ചക്കൊരു കമ്പനിയുമായി മീറ്റിംഗ് ഉണ്ട്. ഓൺലൈൻ വഴിയായിരുന്നു മീറ്റിംഗ്. അക്ഷയുടെ കണ്ണുകൾ അത്രയും സമയം അവളിൽ തന്നെയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കമ്പനി MD അക്ഷയുമായി കോണ്ടാക്ട് ചെയ്തു. അവളുടെ പ്രസന്റേഷൻ പെർഫെക്റ്റ് ആയിരുന്നു. വൈകുന്നേരം പോവാനിറങ്ങിയപ്പോൾ അക്ഷയുടെ ക്യാബിനിലേക്ക് അവളെ വിളിപ്പിച്ചു. അവൾ ചെല്ലുമ്പോൾ അവൻ ആരോടോ ഫോൺ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവളെ കണ്ടതും അവൻ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ ആ ക്യാബിൻ മുഴുവനായി നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. മിസ് കൃഷ്ണ. അവൻ ഫോൺ പാൻസിന്റെ പോക്കറ്റിലേക്കിട്ട് അവൾക്കടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് ആ ഗൗരവഭാവം മാറി ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്, തന്റെ വർക്ക് ഇംപ്രസീവ് ആണ്. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. താങ്ക് യു സർ. കൃഷ്ണ, തന്റെ അമ്മ ഇപ്പോൾ എവിടെയാണ്? അവൻ ശക്തമായ സ്വരത്തിൽ ചോദിച്ചു. അത് കേട്ടതും അവളുടെ മുഖം മാറി. അറിയില്ല സർ, എനിക്ക് അമ്മയില്ല. അതും പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ ചെയറിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. രാത്രി റൂമിലെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ രാധികയുടെ മനസ്സിൽ അക്ഷയുടെ ചിന്തകളായിരുന്നു. അവനും തന്നിൽ നിന്ന് അകന്നു പോവുമോ, അകറ്റുമോ അവൾ? ഓർത്തതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വിവാഹം കഴിഞ്ഞ 3-ാം നാൾ മഹിയേട്ടന്റെ കൂടെ അമേരിക്കയിലേക്ക് പോയി. മഹിയേട്ടന്റെ ബിസിനസ് കൂടുതലും അവിടെയായിരുന്നു. അവിടെ തന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ ഗൈനക് വിഭാഗത്തിൽ താനും കയറി. പെട്ടെന്ന് തന്നെ നല്ലൊരു ഡോക്ടർ എന്നൊരു പദവിയും ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് തിരക്കിന്റെ ദിവസങ്ങളായിരുന്നു. 1-2 പ്രാവശ്യം മാത്രം അക്ഷയ് ഉണ്ടാവുന്നതിന് മുൻപായി നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴും മാത്രം. മഹിയേട്ടന് കുഞ്ഞുണ്ടാവാൻ വലിയ ആഗ്രഹമായിരുന്നു. തനിക്കായിരുന്നു അതിനെതിർപ്പ്. തന്റെ പ്രൊഫഷനായിരുന്നു തനിക്ക് വലുത്. അതിനെ ചൊല്ലി എപ്പോഴും വീട്ടിൽ തർക്കമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ പോകുന്നത് തന്നെ വല്ലപ്പോഴും മാത്രമായി. മഹിയേട്ടനെ കണ്ടില്ലെന്ന് വെച്ചു. എല്ലാത്തിനും മുകളിൽ പണമായിരുന്നു വലുത്. അതിനിടയിൽ പലപ്പോഴും മഹിയേട്ടൻ നാട്ടിൽ പോയി. തന്നെ വിളിച്ചിട്ടും താൻ പോയില്ല. പിന്നെ വിളിക്കാതെയായി. ഒരിക്കൽ മഹിയേട്ടൻ നാട്ടിൽ പോയ സമയത്ത് തനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. കൈക്ക് ചെറുതായി ഒരു പൊട്ടലുണ്ടായതിനാൽ കുറച്ചു ദിവസം ലീവായിരുന്നു. വിവരമറിഞ്ഞുടൻ മഹിയേട്ടൻ തിരിച്ചു വന്നു. തന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അത്രയും കെയറിങ് തന്ന് തന്നെ നോക്കി. അപ്പോഴാണ് അയാൾ തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് തങ്ങളുടെ പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളായിരുന്നു. അതിനിടയിൽ ആ പ്രണയം തന്റെ വയറ്റിൽ കുരുത്തിരുന്നു. അതറിഞ്ഞതും താനാകെ ഷോക്കായി. തന്റെ കരിയർ അതോർത്തതും അബോർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. എന്നാൽ മഹിയേട്ടൻ എതിർത്തു. അങ്ങനെ ചെയ്താൽ നാട്ടിൽ മഹിയേട്ടന്റെ വീട്ടിലും തന്റെ വീട്ടിലും അറിയിക്കുമെന്ന് പറഞ്ഞു. തങ്ങൾ തമ്മിലുള്ള ബന്ധം അതോടെ തീരുമെന്നും പിന്നീട് അങ്ങോട്ട് ആർക്കോ വേണ്ടിയുള്ള ജീവിതമായിരുന്നു. മഹിയേട്ടനായിട്ട് മിണ്ടാറ് പോലുമില്ലായിരുന്നു.
ഇങ്ങോട്ട് വന്നാലും മൈൻഡ് ചെയ്യാതെയിരുന്നു. പോകെ പോകെ ഒരു വീട്ടിൽ ജീവിക്കുന്ന അപരിചിതരായി മാറി തങ്ങൾ രണ്ടുപേരും. മഹിയേട്ടൻ കൂടുതൽ നാട്ടിലാവും, വല്ലപ്പോഴും വരും. അക്ഷയ് ജനിച്ചതിൽ പിന്നെ നാട്ടിൽ പോവാറില്ലായിരുന്നു. താനും ഒരുപാട് മാറി. കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അക്ഷയ് തൻ്റെ ജീവനായി മാറി. എങ്കിലും മഹിയേട്ടനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. തൻ്റെ കരിയറും ലൈഫും നശിപ്പിച്ച ഒരാൾ. മിണ്ടാറ് പോലും ഇല്ലായിരുന്നു താൻ. അക്ഷയ്ക്ക് ഒരു 6-7 വയസ്സുള്ളപ്പോൾ തൊട്ട് അവന് മനസ്സിലാക്കിയിരുന്നു തങ്ങളുടെ അകലം. അതിൻ്റെ കാരണക്കാരി താനാണെന്നും. മഹിയേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവന്. മഹിയേട്ടനെ തിരിച്ചും. രണ്ടുപേരും പരസ്പരം കാണാതെ ഇരിക്കില്ലായിരുന്നു. അവനൊരു 10 വയസ്സുള്ളപ്പോഴാണ് മഹിയേട്ടൻ പിന്നെ നാട്ടിൽ പോകുന്നത്. അവനെ കൊണ്ടുപോവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവനും അതായിരുന്നു ഇഷ്ടം, മഹിയേട്ടൻ്റെ കൂടെ ഇരിക്കാൻ. എന്നാൽ താനത് മുടക്കി. ഒരു കാരണവശാലും അവനെ വിടില്ലെന്ന് പറഞ്ഞു. അവസാനം അക്ഷയുടെ വാശിക്ക് ഒരാഴ്ച കഴിഞ്ഞ് താനും വരാൻ നാട്ടിൽ ഒന്നിച്ചു പോവാം എന്നും പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തി. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് മഹിയേട്ടന് എന്തോ ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞ് തനിക്ക് വന്നൊരു ഫോൺ കോൾ തന്നെ ആകെ തളർത്തി. അക്ഷയനോടൊന്നും പറയാതെ അവനെയും കൂട്ടി നാട്ടിലെത്തുമ്പോൾ അവനെ കാത്തിരുന്നത് ഫ്രീസറിലുള്ള മഹിയേട്ടൻ്റെ ബോഡിയായിരുന്നു. അതിനുശേഷം അവൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല, ചിരിക്കാറില്ല, എപ്പോഴും ദേഷ്യം മാത്രം. 2 ദിവസം അവിടെ നിന്ന് അവനെയും കൊണ്ട് തിരിച്ചു പോന്നു. അവനൊന്നും പറഞ്ഞില്ല. തന്നോട് അകൽച്ച കാണിച്ച അവനോട് താൻ തന്നെയാണ് പറഞ്ഞത്. അച്ഛൻ അവിടെ മാധവി എന്ന സ്ത്രീയുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവരെ കാണാനായിരുന്നു അച്ഛൻ എപ്പോഴും നാട്ടിൽ വന്നിരുന്നത് എന്ന്. അതവൻ്റെ ഉള്ളിൽ ഒരു കനലായി കിടന്നു. നാട്ടിൽ വരാനുള്ള അവൻ്റെ ആഗ്രഹം അതോടെ നിന്നു. പക്ഷേ അവൻ വളർന്നു വന്നപ്പോൾ അവൻ്റെ ദേഷ്യവും അതുപോലെ വളർന്നു. തനിക്ക് പോലും ചില സമയങ്ങളിൽ മിണ്ടാൻ പേടിയാണ് അവനോട്. അച്ഛമ്മ വിളിച്ചപ്പോൾ തൻ്റെ വാക്കുപോലും കേൾക്കാതെ ബിസിനസ് എല്ലാം നോക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ച് അവൻ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത്. ഇഷ്ടമല്ലാതെ ഇരുന്നിട്ടും കൂടി തനിക്കും കൂടെ പോരേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവൻ പൂർണ്ണമായും തന്നിൽ നിന്ന് അകലും. ബട്ട് അവൻ വന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് തനിക്കറിയാം. മാധവി. അവരെ കണ്ടുപിടിക്കുക. അവർ കാരണമാണ് മഹിയേട്ടൻ മരിച്ചത് എന്നവൻ അന്ധമായി വിശ്വസിക്കുന്നു. എന്നാൽ മഹിയേട്ടൻ മരിച്ച് താൻ ഇവിടെ വന്ന് 2-ാം ദിവസം തിരിച്ചു പോകുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വായിൽ നിന്നും കേട്ട വാർത്തയാണ് അത്. മാധവി ഒളിച്ചോടിപ്പോയെന്ന്. അതൊരിക്കലും മഹിയേട്ടൻ്റെ കൂടെയല്ല, മറ്റാരുടെയോ കൂടെ. അത് താൻ അക്ഷയെ തൻ്റെ കൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞൊരു കള്ളമായിരുന്നു. അതിന് തൻ്റെ വീട്ടുകാരും തനിക്ക് കൂട്ടുനിന്നു. അവൻ ആ പെണ്ണിനോട് അടുക്കുന്നത് പോലും മാധവി എവിടെ എന്നറിയാനാണ്. അറിയുന്ന നിമിഷം താൻ പറഞ്ഞ കള്ളം അവൻ കണ്ടുപിടിക്കും. പിന്നെ എന്നേക്കുമായി അവൻ തന്നിൽ നിന്നും അകലും. ഓർത്തതും അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു.